തിരുവനന്തപുരം നെയ്യാറ്റിങ്കര ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ മുഴുവൻ ജീവനക്കാർക്കും സ്ഥലമാറ്റം. ഗുരുതര കൃത്യവിലോപങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. 13 ജീവനക്കാർക്കെതിരെയാണ് പൊതുവിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ അസാധാരണമായ നടപടി വന്നത്. VA ഗിരീഷ് തിരുവനന്തപുരം നിന്നും വിശദാംശങ്ങളുമായി ചേരുന്നു. ഗിരീഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. ഇത്തരത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് അസാധാരണമായൊരു ശിക്ഷാ നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. നെയ്യാറ്റിങ്കര ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഒഴികെ മറ്റെല്ലാ ജീവനക്കാരെയും സ്ഥലം മാറ്റിയിരിക്കുകയാണ്. ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ജനങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ അധ്യാപകരിൽ നിന്നും ലഭിച്ച ചില പരാതികളാണ്. എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനം കൃത്യമായി നടത്തുന്നില്ല, ഈ നിയമനത്തിന് അംഗീകാരം നൽകുന്നില്ല, ഫയലുകൾ പിടിച്ചുവെക്കുന്നു തുടങ്ങിയവയായിരുന്നു ഇവിടുന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന് ലഭിച്ച പരാതികൾ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മാർച്ച് മാസം 5-ാം തീയതി ആദ്യമായി ഒരു മിന്നൽ പരിശോധന പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ ഈ വിദ്യാഭ്യാസ ഓഫീസിൽ നടത്തുന്നു. ഇതിൽ വളരെ ഗുരുതരമായ കൃത്യവിലോപങ്ങൾ കണ്ടെത്തുന്നു. അതോടൊപ്പം തന്നെ പല ഫയലുകളും പിടിച്ചുവെക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. തൊട്ടു പിന്നാലെ മെയ് മാസം 5-ാം തീയതി വീണ്ടും ഇത്തരത്തിൽ ഒരു പരിശോധന നടത്തുന്നു. ഈ പരിശോധനയിലും സമാനമായ തെറ്റുകൾ ആവർത്തിക്കപ്പെടുന്നതായി കണ്ടെത്തി. ആദ്യ പരിശോധന കഴിഞ്ഞപ്പോൾ തന്നെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ നിന്നും ചില കർശനമായ നിർദ്ദേശങ്ങൾ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് നൽകിയിരുന്നു. ഇത് ഒരു തരത്തിലും ഫയലുകൾ പിടിച്ചു വെക്കരുത്, ജനങ്ങളോട് മാന്യമായി ഇടപെടണം തുടങ്ങിയ കാര്യങ്ങളാണ് അറിയിച്ചിരുന്നത്. എന്നാൽ രണ്ടാമത്തെ പരിശോധനയിലും ഇതൊന്നും നടപ്പായില്ല എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഓഫീസിലെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഒഴികെ മുഴുവൻ ജീവനക്കാരെയും സ്ഥലം മാറ്റിക്കൊണ്ട് സർക്കാർ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. അസാധാരണമായ ഈ നടപടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലെ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടേതാണ് ഈ ഒരു നടപടി. ഏതായാലും ഇവർക്ക് പകരം 13 പേരെയാണ് ഇവിടെ നിന്ന് സ്ഥലം മാറ്റിയത്. ഇവർക്ക് പകരം 18 പേരെ വിവിധ സ്കൂളുകളിൽ നിന്ന് ഈ ജില്ലാ ഓഫീസിലേക്ക് നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ഥലം മാറ്റപ്പെട്ട 13 പേരും വിദ്യാഭ്യാസ ജില്ലയിലെ മറ്റ് സ്കൂളുകളിലേക്കാണ് ഇവരെ സ്ഥലം മാറ്റിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. SKN. താങ്ക് യു. പ്രകാശൻ EP വന്ന് 24 ചാനൽ തുടങ്ങിയ കാലം മുതൽ സ്ഥിരം പ്രേക്ഷകനാണ് ഞാൻ. കാസർഗോഡ് ജില്ലാ സമ്മേളനം എന്ന് നടത്തുമെന്ന് ഞാൻ ഒരുപാട് തവണ ചോദിച്ചു, ഇതുവരെയും താങ്കൾ പറഞ്ഞില്ല എന്നാണ് പറയുന്നത്. പ്രഭാകരൻ പടന്ന കാസർഗോഡ് നിന്ന് അയച്ച സന്ദേശമാണ്. കാസർഗോഡ് ജില്ലാ സമ്മേളനം ഉണ്ട്, പക്ഷേ ജില്ലാ സമ്മേളനത്തിൻ്റെ തീയതി നമ്മൾ തീരുമാനിച്ചിട്ടില്ല. കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൻ്റെ തീയതിയായിരിക്കും ഉടൻ തന്നെ തീരുമാനിക്കുക. നിങ്ങൾക്കറിയുന്ന പോലെ ചാനലിൻ്റെ മറ്റ് ഓപ്പറേഷനുകളും ഒക്കെ തീരുമാനിച്ചാൽ മാത്രമേ നമുക്ക് ഈ ജില്ലാ സമ്മേളന ഡേറ്റ് തീരുമാനിക്കാൻ പറ്റൂ. കാരണം നമുക്ക് അടുത്തടുത്ത് പരിപാടികൾ നടത്താൻ പറ്റില്ല. കാരണം ഈ 24-ൻ്റെ മിക്ക സ്റ്റാർ അവതാരകരും ആ ദിവസം അവിടെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റേതെങ്കിലും പരിപാടി അടുത്തുണ്ടെങ്കിൽ ഇത് നടത്താൻ പാടാണ്. അപ്പോൾ അതിൻ്റെ ഡേറ്റ് തീരുമാനിക്കുക വലിയൊരു കീറാമുട്ടിയാണ് എന്ന് മനസ്സിലായി. എന്തായാലും ഉടൻ തന്നെ ഈ ആഴ്ച തന്നെ നമുക്ക് ഡേറ്റ് തീരുമാനിക്കാം.